ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നേക്കുമായിരുന്നേ. 2 ദിവസമായി. അപ്പം പോകുന്നതിന് മുന്നേ 28-ന് മോൾക്ക് കിട്ടിയ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ചൊക്കെ ഇട്ടു, കുറച്ച് പാകമാകാത്ത മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മോൾ വന്ന് ഞാനൊന്ന് അടുക്കി വെക്കും, അവളെല്ലാം വന്ന് കളയും. ഇത് തന്നെയായിരുന്നു പരിപാടി. അതിൽ കുറച്ച് 1-2 ഡ്രസ്സൊക്കെ പിന്നെയും പാകമാവുന്നുണ്ട്, ബാക്കി അങ്ങോട്ട് വെച്ചു. ബാക്കി കുറച്ചൊക്കെ വലുതൊക്കെ ചേച്ചിയുടെ മോൾക്ക് കൊടുത്തായിരുന്നു. പിന്നെ അടുത്തുള്ള 1-2 പിള്ളേർക്ക് കൊടുത്തായിരുന്നു. ബാക്കി ഇനിയും കുറച്ചുകൂടി ഉണ്ട്. ഇനിയും ഒരു വയസ്സിന് കിട്ടിയ ഡ്രസ്സ് വേറെ ഇരിക്കുന്നു. അതും കുറച്ചൊക്കെ കൊടുത്തു. ബാക്കി ഇനി ഇരിപ്പുണ്ട്. പിന്നെ നോക്കിയപ്പോഴത്തേക്കിന് അവൾക്ക് പാകമായൊരു ഷൂ കിട്ടിയായിരുന്നു. ആ ഷൂടെ ഇടിപ്പിച്ചൊരു ഇതിൽ നിന്ന് കിട്ടിയ ഒരു ഉടുപ്പൂടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ നേരം. ബാക്കി ഞാൻ അലമാരിയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നേരം പിന്നെ എൻ്റെ കാലിന്മേ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എവിടെ വന്നാലും അവിടെ ഉണ്ട് ആൾ. ഇങ്ങനെ പിടിച്ചെടുത്ത് ഇങ്ങനെ നടക്കുവാണ്. ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞ് ഇവിടുത്തെ എല്ലാം കഴിഞ്ഞ് പിന്നെ അടുക്കളയിലോട്ട് പോവാം. അമ്മയുടെ പുറകെ പോവുകയാണ്. എല്ലാം വലിച്ച് വാരി ഇട്ടേക്കുവാണ്. പിന്നെ ഒരു കൊട്ട പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ അകത്ത് മോളുടെ വീട്ടിൽ ഇടുന്ന ഇവിടെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വേണ്ടാത്തതൊക്കെ ഞാൻ ഉപയോഗിക്കാൻ കൊള്ളാത്തത് അമ്മയ്ക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ ബട്ടൺസ് ഇല്ലാത്തതും പിന്നെ കുറച്ച് കരിമ്പിനടിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൈ പിടിക്കാൻ അടുക്കളയിൽ കൈക്കലേക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ അതൊന്നും കൊടുക്കത്തില്ല. എനിക്ക് വേണം എന്ന് ഭയങ്കര ബഹളമായിരുന്നു. അവളെ ഒന്നും കൊടുക്കത്തില്ല. അതെല്ലാം അമ്മ എടുത്തതിന് അമ്മയും കൊണ്ട് അമ്മയുടെ തിരിച്ച് വാങ്ങിച്ച് മോൾ തന്നെ അതെല്ലാം എടുത്ത് അതിൻ്റെ അകത്ത് അടച്ച് വെക്കുക. അടയ്ക്കാനും തുറക്കാനും എല്ലാം അറിയാം. കൈയൊക്കെ സൂക്ഷിച്ച് എല്ലാം ചെയ്തും എടുക്കത്തുമൊക്കെ ഉള്ളൂ. മോനെ സൂക്ഷിച്ചെന്ന് പറയുമ്പോൾ അതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി കണ്ടുമൊക്കെയാണ് പുള്ളിക്കാർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ കൊടുക്കത്തില്ല ചോദിച്ചു. എനിക്ക് കൊടുക്കത്തില്ല. അവളുടെ കൊടുക്കത്തൊന്നും ഇല്ല ആർക്ക്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഒരു ചുരിദാർ ഒന്ന് അമ്മ എൻ്റെ ഡ്രസ്സ് കൊടുക്കാമെന്ന് തന്നെ. അന്നേരം അതും കൊടുക്കത്തില്ല. അവളുടേതും കൊടുക്കത്തില്ല, എൻ്റേതും കൊടുക്കത്തില്ല. അങ്ങനെ അതിൻ്റെ ഒരു ബഹളം എല്ലാം കഴിഞ്ഞ് കരച്ചിലും എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ആളിങ്ങനെ സെറ്റായി വരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോകാനായിട്ടെല്ലാം എടുത്ത് കുറേ സാധനങ്ങളെല്ലാം ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഒതുക്കി വെച്ച് ഉറങ്ങേണ്ട സമയമായിട്ടൊന്നും ഉറങ്ങുന്നോ എടുക്കുന്നോ ഒന്നും ഇല്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴം. അപ്പം മാമ്പഴം കുറച്ചവർക്ക് ഞാൻ കൊടുത്തു കഴിക്കാൻ. തന്നെ ഇങ്ങനെ ചെറിയ പീസായിട്ട് കൊടുത്ത് അതെല്ലാം എടുത്ത് കഴിച്ചോളും. ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ. അതെല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു പൗഡർ ടിന്ന് അതിൻ്റെ അവിടെ മൊത്തം ഇങ്ങനെ കടിച്ച് വെച്ചേക്കുമായിരുന്നു. എന്നാ ഉണ്ടായാലും ഇപ്പം വായിൽ വെച്ചാൽ കടിക്കും. പിന്നെ ഞാനും മോളോടെ എനിക്ക് തയ്ക്കാനായിട്ട് ഒരു ചുരിദാർ കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കാനായിട്ട് ഞാനും മോളോടെ ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 100 രൂപ എടുത്ത് കൈ കൊടുത്തു. അത് അവിടെ വരെ കളയാതെ സൂക്ഷിച്ച് വെച്ച്. ഭയങ്കര ഇഷ്ടമാണ് യാത്ര പോകാൻ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ 2 പിള്ളേർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ പിള്ളേർ കളിക്കുന്നത് എടുക്കുന്നത് നോക്കി തിരിഞ്ഞ് നോക്കുക. പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് നിർത്തി കാണിച്ച്. ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി പറയും, ചേട്ടാ പറയും, അങ്ങനെയൊക്കെ പറയും. പിന്നെ ഞാൻ തയ്ക്കുന്ന വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിന് ചേച്ചിയുടെ കയ്യിൽ ആ പൈസ എന്ത് ചെയ്താൽ കൊടുക്കത്തില്ല. ആ പൈസ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ കൊടുക്കത്തില്ല. പിന്നെ ഞാൻ ഒരുവിധം വാങ്ങിച്ച് കൊടുത്ത് വീട്ടിൽ വന്നിട്ട് ഞാൻ ചെറിയൊരു ദോശ ഉണ്ടാക്കി കൊടുത്തു. ഒരു മുട്ടയും ഇച്ചിരി ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കലക്കി ഇച്ചിരി ഉപ്പുകൂടി ഇട്ടിട്ട് കൊടുത്തു. തന്നെ ഇങ്ങനെ പീസാക്കി ഇട്ട് കൊടുത്താൽ തന്നെത്താനെ ഇങ്ങനെ പെറുക്കി കഴിച്ചോളും. അങ്ങനെ കുഴപ്പമൊന്നും കുറച്ചൊക്കെ താഴെ കളയും, ബാക്കിയൊക്കെ ഇന്ന് കഴിച്ചോളും. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കിന് കാലിൻ്റെ അവിടെ എന്തോ കടിച്ച് ഇങ്ങനെ ഒന്ന് തടിച്ചിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങ് മാറിയതങ്ങ്. പിന്നെ നമുക്കിപ്പോൾ അപ്പുറത്ത് പൂച്ചയെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ജനലിൽ കൂടെ ഇങ്ങനെ നോക്കി സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. പൂച്ചയൊക്കെ വിളിക്കും. പൂച്ചയെ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും, സൗണ്ട് ഉണ്ടാക്കി. അങ്ങനെ കുറേ നേരം പൂച്ച വിളിയായിരുന്നു. അപ്പുറത്തൊരു ആൻറ്റിയുണ്ട്. ആൻറ്റി ഇങ്ങനെ ജനലിൽ കൂടെ വന്ന് പുള്ളിക്കാരി ഇങ്ങനെ വിളിക്കും. അങ്ങനെ പിന്നെ ഇനി പൂച്ചയുടെ കൂടെ ഇറങ്ങണം പുള്ളിക്കാരിക്ക്, വെളിയിലിറങ്ങണം. പിന്നെ ഞാൻ വെളിയിലിറങ്ങി കുറച്ച് തുണി നനച്ചതൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്നെടുത്തു. അത് കഴിഞ്ഞ് രാത്രിയിൽ അമ്മയും മോളും കൂടെ ഭയങ്കര കളിയാണ്. അങ്ങോട്ടൊന്നോടും ഇങ്ങോട്ടൊന്നോടും ഭയങ്കര ഓടിപ്പിടുത്തം കളിയായിരുന്നു.
കുറേ നേരത്തെ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞ് മേലൊന്ന് കഴിച്ച് മുടിയെല്ലാം ഒന്ന് കെട്ടി ഉറക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഉറക്കം 12 മണിയൊക്കെ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.